ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ കണ്ടൻസ് മിൽക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഏത് ബ്രാൻഡ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ, കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കുക. 1 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് നന്നായി കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി വെക്കാം. വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കുക വേണം കേട്ടോ. ഈ 2 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. ഇനി നിങ്ങൾ ഇതിൻ്റെ പകുതി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് മിൽക്ക് പൗഡറും 1/4 കപ്പ് ഷുഗറും 1/4 കപ്പ് വാം വാട്ടറാണ് കേട്ടോ എടുക്കേണ്ടത്. മെഷർമെൻറ്റ് തെറ്റാണ്ട് നോക്കണേ. ഇതിപ്പോൾ ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, പാനിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോരി വയ്ക്കുന്ന സമയത്ത് ഇതാ നല്ല സ്മൂത്തായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടുതലായിട്ട് കട്ടി ആയിട്ടുമില്ല. ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് കുറച്ച് നേരം നമ്മൾ പുറത്ത് വെക്കുകയും കൂടി ചെയ്യുമ്പം നമുക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ കിട്ടും കേട്ടോ. ഇപ്പം തന്നെ ആ ഒരു രീതിയിലാക്കി എടുത്താൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കട്ടിയായിപ്പോവും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ ആകുമ്പോൾ എടുക്കാൻ പറയുന്നത്. ഇനി അഥവാ നിങ്ങളത് കട്ടിയേറി പോവുകയാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് നമ്മളൊരു നല്ലൊരു കണ്ടെയ്നറിൽ അടിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്കൊരു 4-5 മാസമൊക്കെ ഒരു കേടും കൂടാതെ കിട്ടും കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ഡെസേർട്ട്സിലും കേക്കിലൊക്കെ ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്